രാജ്യത്തെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിച്ച് ജന്മനാട്. ഉരുൾപൊട്ടലിൽ ഉണ്ടായ ഒരു വർഷം പൂർത്തിയായ ഇന്ന് ഭൗതികദേഹങ്ങൾ സംസ്കരിച്ച പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥന നടന്നു. വികാരനിർഭരമായിരുന്നു ചൂരൽമലയിലെ കാഴ്ചകൾ. നൂറുകണക്കിന് ആളുകളാണ് മൺമറഞ്ഞവരുടെ ഓർമ്മകളും പേറി ദുരന്തഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത്. ഉരുൾ വിഴുങ്ങിയ ഭൂമിയിൽ അവശേഷിപ്പുകളായുള്ളത് പുന്നപ്പുഴയും പാറക്കല്ലുകളും മാത്രം. നിർവികാരതയോടെ എത്തിയവരുടെ കണ്ണുകളിൽ നിന്നും അറിയാതെ കണ്ണുനീർ പൊടിഞ്ഞു. ചൂരൽമലയിലെത്തിയവരെല്ലാം മരണപ്പെട്ടവർക്ക് മുൻപിൽ പൂക്കളർപ്പിച്ചാണ് മടങ്ങിയത്. ഞങ്ങളുടെ കൂടെ ചെറുപ്പം മുതൽ കളിച്ച് വളർന്ന ആളുകൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, ബന്ധുജനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നൊരു വർഷം പൂർത്തിയാകുകയാണ്. എങ്ങനെയാണ് അവരോട് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള അറിയുന്നില്ല. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഞങ്ങളിവിടെ മനസ്സർപ്പിച്ച് ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്വർഗ്ഗമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ മൃതഭൂമി പോലെ കാണുന്ന ഈ ടൗണായിരുന്നു ഞങ്ങളുടെ സ്വർഗം. അത് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇതിന്ന് റിക്കവറായി വരും. പിന്നീടും ഈ പ്രദേശത്ത് ഞങ്ങൾ വീണ്ടും എത്തുമ്പോൾ വീണ്ടും ഞങ്ങൾ ആ തകർന്ന മനുഷ്യരായി തന്നെ മാറുകയാണ്. ഞങ്ങൾ ഇന്ന് കരകയറാൻ എന്ന് കഴിയും എന്നുള്ളൊരു സങ്കടത്തിലാണ് ഞങ്ങൾ. നമുക്ക് അതിനെക്കുറിച്ച് ഓർക്കാൻ സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അത്രയ്ക്കും വിഷമമാണ് നമുക്ക്. കാരണം നമ്മളെ കൂടെ ഉള്ളവർ ഇല്ല എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഇങ്ങോട്ട് വേലിപ്പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോഴേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ. കൂടെ ജനിച്ച് കളിച്ച് വളർന്നവരാണ് നമ്മളെ വിട്ടു പോയിട്ടുള്ള. സഹിക്കാൻ കഴിയില്ല, പറയാനൊന്നും കഴിയില്ല. ഉരുൾ എടുത്ത വെള്ളാർമല സ്കൂളും ഇന്ന് നിശബ്ദമാണ്. 34 കുട്ടികളാണ് വെള്ളാർമല സ്കൂളിനെ ആ രാത്രിയിൽ നഷ്ടപ്പെട്ടത്. അധ്യാപകർ ചൂരൽമലയിലെത്തി വിദ്യാർത്ഥികൾക്ക് പുഷ്പങ്ങൾ അർപ്പിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരണപ്പെട്ടവരെ അടക്കം ചെയ്ത പുത്തുമലയിലെ ഹൃദയഭൂമിയിലേക്കും നിരവധി പേരാണ് എത്തിയത്. എത്തിയവരെല്ലാം കണ്ണുനീർ വാർത്ത് ഓരോരുത്തർക്കായി ഓർമ്മപ്പൂക്കളർപ്പിച്ചു. തുടർന്ന് മരിച്ചവർക്ക് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ. സ്ഥലത്ത് നടന്ന സർവമത പ്രാർത്ഥനയിൽ മന്ത്രിമാരായ കെ രാജൻ, OR കേളു, മുഹമ്മദ് റിയാസ്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, പുരോഹിതർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മേപ്പാടി MSA ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലും നിരവധി പേരാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, ജനം.